പടപ്പുറപ്പാടിനിറങ്ങിയ രാഹുൽ ഇന്നും ബീഹാറിലെ ജനങ്ങൾക്ക് നടുവിൽ സജീവമാണ്. ഓരോ ദിവസവും രാഷ്ട്രീയ കോളിളക്കങ്ങൾ നടക്കുമ്പോഴും രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവ് താൻ ഒറ്റയ്ക്ക് തുടങ്ങിവെച്ച പദ്ധതിയിൽ നിന്നും ഒരിഞ്ച് പിന്നോട്ട് പോയിട്ടില്ല. ഇനി അങ്ങോട്ട് ബീഹാർ തെരഞ്ഞെടുപ്പിന് പോളിംഗ് ബൂത്തിലേക്ക് പോകും വരെ സകല EVMകളും തയ്യാറാക്കി വെക്കുമ്പോഴും പോളിംഗ് ബൂത്തുകളിൽ ഉദ്യോഗസ്ഥരെ നിറക്കുമ്പോഴുമൊക്കെ രാഹുൽ ഗാന്ധിയുടെ ഒരു കണ്ണ് എല്ലായിടത്തും ഉണ്ടാകും. കാരണം BJPക്ക് ഒത്താശ പാടിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എവിടെയൊക്കെയാണ് അട്ടിമറി നടത്തുക എന്ന് യാതൊരു ഉത്തരവുമില്ലാതിരിക്കുമ്പോഴാണ് പേജുകൾ ഓരോന്നും മറിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി രാജ്യത്തെ ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കച്ചകെട്ടി ഉറങ്ങുന്നത്. അവിടെ ഒരു കാര്യം ആദ്യമേ രാഹുൽ അടക്കം മുഴുവൻ പ്രതിപക്ഷ നിരയ്ക്കും മനസ്സിലായിട്ടുണ്ട്. അത് ഒന്ന് EVM ആയിരുന്നു. EVMനെ കുറിച്ച് ചോദ്യങ്ങൾ നിറഞ്ഞു തുടങ്ങിയപ്പോൾ ഇനിയും അതേ വഴിയിൽ അട്ടിമറി നടത്താനാവില്ല എന്ന് തിരിച്ചറിഞ്ഞ കമ്മീഷൻ അടുത്തത് വോട്ടർ പട്ടികയിൽ പിടിച്ചു. ഒരേ വീട്ടു നമ്പർ, 100 കണക്കിന് വോട്ടർമാർ, അച്ഛന്റെ സ്ഥാനത്ത് ABCD അക്ഷരമാലകൾ മാത്രം. എന്തെങ്കിലും ചോദിച്ചാൽ അതിനുള്ള ഉത്തരവും കൃത്യമായി കണ്ടുപിടിച്ചു വെച്ചിട്ടുണ്ട് ഇതേ കമ്മീഷൻ. അത് ഊരും പേരും വീടുമില്ലാത്ത മനുഷ്യരില്ലേ, അവർക്ക് വോട്ട് ചെയ്യണ്ടേ എന്നതാണ് കമ്മീഷന്റെ ഈ ABCD ചോദ്യത്തിനുള്ള മറുപടി. എന്നാൽ ആധാർ ഒരു രേഖയായി പരിഗണിക്കില്ല എന്ന് ചൂണ്ടിക്കാണിച്ച് 65 ലക്ഷത്തോളം പേരെയാണ് ഒറ്റയടിക്ക് കമ്മീഷൻ പുറത്തേക്കെറിഞ്ഞത്. അവരെ എന്തുകൊണ്ട് ഈ ABCD അക്ഷരമാലയിൽ ഉൾപ്പെടുത്തിയില്ല എന്ന ചോദ്യത്തിന് പക്ഷേ രാഹുൽ മാപ്പ് പറയണം, സത്യവാങ്മൂലം സമർപ്പിക്കണം തുടങ്ങി പലതരം മുട്ടാപ്പോക്ക് നയങ്ങൾ മാത്രം. അപ്പോൾ പിന്നെ രാജ്യം സ്വാതന്ത്ര്യാനന്തരം മുതൽ മൃഗീയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിട്ട് പോലും ഒരിക്കലും കോൺഗ്രസ് ഈ അട്ടിമറി കാണിച്ചിട്ടില്ല. അങ്ങനെ ആയിരുന്നു എങ്കിൽ ഒരിക്കൽ പോലും മോദി പ്രധാനമന്ത്രി ആകുകയുമില്ല. ഒരുപക്ഷെ ഈ കാര്യം കൊണ്ട് കൂടിയാവാം മോദി കഴിഞ്ഞ ദിവസം ബീഹാറിലേക്ക് 13,000 കോടി രൂപയുടെ വാഗ്ദാന പെരുമയുടെ പെട്ടിയും തൂക്കി പോയിട്ടും വോട്ടുകളെ കുറിച്ച് ഒന്നും പറയാതിരുന്നത്. വിവാദത്തിനിടെ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ ഒന്നും മിണ്ടാതെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി റാലികൾ ഓരോന്നും നടത്തിയത്. വോട്ടുകൾ ഉയർത്തി പ്രതിപക്ഷം ആരംഭിച്ച രാഷ്ട്രീയ നീക്കത്തിന് ശേഷം ആദ്യമായിട്ടാണ് ബീഹാറിലെത്തിയ മോദി അതേക്കുറിച്ച് ഒരു വാക്കുപോലും പറയാതെ പ്രസംഗം അവസാനിപ്പിച്ചതും. വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടക്കുന്നു എന്ന ആരോപണം ഉയർത്തി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വോട്ടധികാര യാത്ര തുടരുമ്പോഴാണ് മോദിയുടെ റാലി നടന്നത്. നുഴഞ്ഞുകയറ്റക്കാർ ബീഹാറിലെ ജനങ്ങളുടെ അവകാശങ്ങൾ തട്ടിയെടുക്കുന്നു, അത് തടയണമെന്നും അതിനുള്ള മിഷൻ ഉടനെ തുടങ്ങുമെന്നും മാത്രമേ മോദിക്ക് പറയാനുണ്ടായിരുന്നുള്ളൂ. ചില ഫിക്ഷൻ കഥകളിലേതുപോലെ യാഥാർത്ഥ്യങ്ങളുടെ വലിയ തിരമാലകൾ അടിക്കുമ്പോഴും അതിലുള്ള ഒരു മീൻ കൊത്തിയാൽ ചത്തുപോകുമെന്ന കഥ മാത്രമേ മോദിക്ക് പറയാനുള്ളൂ. ജയിലിലായാൽ മന്ത്രിമാർ പുറത്തു പോകുന്ന വിവാദ ബില്ലിനെ പ്രതിപക്ഷം കൂട്ടായി എതിർക്കുകയാണ് എന്നും പ്രധാനമന്ത്രി ആരോപിക്കുന്നുണ്ട്. പ്രതിപക്ഷത്തെ നേതാക്കളിൽ പലരും അഴിമതിക്കാരാണ്. കോൺഗ്രസിന്റെയും തൃണമൂൽ കോൺഗ്രസിന്റെയും ഇടതുപക്ഷത്തിന്റെയും നേതാക്കൾ അഴിമതി കേസുകളിൽ ജാമ്യത്തിൽ പുറത്തിറങ്ങിയവരാണ്. ഇവർ ഈ നിയമത്തെ ഭയപ്പെടുകയാണ്. ജയിലിൽ കിടന്ന ഫയലുകൾ ഒപ്പിട്ട് വീണ്ടും അഴിമതി നടത്താൻ അനുവദിക്കണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് എന്നുമൊക്കെയാണ് മോദിയുടെ ആരോപണങ്ങൾ. അപ്പോഴും വോട്ടുകൊള്ളയെക്കുറിച്ച് ഒന്നും മിണ്ടിയിട്ടില്ല. എന്നാൽ ഇവിടെ ചോദിക്കാനുള്ള ചോദ്യം, ബ്രിഡ്ജ് ഭൂഷണെ ഇവരെന്താണ് ചെയ്തത്? MP സ്ഥാനത്ത് നിന്ന് അവർ എപ്പോഴാണ് നീക്കമായത്? എന്നിട്ട് എന്തുണ്ടായി? അതും ഈ രാജ്യത്തിന്റെ ത്രിവർണ്ണ പതാക ലോകത്തിന്റെ മുൻപിൽ ഉയർത്തിക്കാട്ടിയ മിന്നും താരങ്ങളായ കായിക താരങ്ങളെയാണ് ബ്രിഡ്ജ് ഭൂഷണെതിരെ തിരിഞ്ഞത്. അവരെയാണ് ഈ ബ്രിഡ്ജ് ഭൂഷൺ പീഡിപ്പിച്ചത്. എന്നിട്ടും BJPയുടെ UPയിൽ MP ആയി തന്നെ നിലനിന്നു. എന്നിട്ട് പോലും ഒരു നടപടിയും ഇപ്പറഞ്ഞ മോദി കൂട്ടരോ എടുത്തിട്ടില്ല. ഇനി മണിപ്പൂർ മുഖ്യമന്ത്രി ബിരേന്ദ്ര സിംഗിന്റെ അടുത്തേക്ക് വന്നാലോ? കലാപമാളി കത്തിക്കാൻ നടത്തിയ ഫോൺ സംഭാഷണം അടക്കം പുറത്തായിട്ടും അവരെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോ? രോമത്തിൽ പോലും തട്ടില്ല. അപ്പൊ പിന്നെ പ്രതിപക്ഷത്തെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് പാസാക്കിയ ബില്ല് അല്ല എന്ന് എങ്ങനെ ഉറപ്പിച്ചു പറയാനാകും? ഇതൊക്കെ രാഹുൽ ബീഹാറിൽ ചൂണ്ടിക്കാണിക്കുമ്പോൾ മോദിക്ക് തൽക്കാലം ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോകാൻ മാത്രമേ സാധിച്ചിരുന്നുള്ളൂ.